എന്നെയും എൻ്റെ ഭാര്യ വീട്ടുകാരെയും ദയവായി ഇനി നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എന്ന് കഷ്ടകാലത്തിന് നിങ്ങളുടെ വയറ്റിൽ വന്ന് ജനിച്ചുപോയ മകൻ ജയൻ. എടാ, ഇത് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ, ഇതിനെന്തിനാ ഒരു ലെറ്റർ? ഇവരോടെ നേരിട്ട് പറഞ്ഞ് ഞാൻ മടുത്ത്. ഇനി ദിവസവും രാവിലെ ഓരോ കത്തുകൾ എടുക്കാന്ന് വിചാരിക്കുക. അങ്ങനെ 1000 കത്തുകൾ. അത് കൊടുത്താ. ഈ അപേക്ഷ ഞാൻ ഒരു ഫയലിലും വയ്ക്കുന്നില്ല. ഇത് ഞാൻ ചവറ്റുകൂട്ടിലേക്ക് എറിയുക. നീ എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയൊക്കെ ജീവിത അവസാനം വരെ ഞാനും ഉണ്ടാവും നിന്റെ കൂടെ, നിന്റെ അന്തകമാതാവായിട്ട്. ലോകത്തുള്ള എല്ലാവർക്കും അമ്മ ദൈവമാണ്, എനിക്ക് മാത്രം എന്തെങ്കിലും ഇപ്പൊ ഈശ്വര. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. വേണുവേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. പറയാം. ഇവര് തമ്മിലുള്ള പിണക്ക് ഇതുവരെ മാറിയില്ല വേണുവേട്ടാ. എടിയില്ലെങ്കിൽ അത് അവരുടെ പ്രവർത്തികളിൽ കാണില്ലടി. ആ, ഞാൻ ഇവരുടെ കാര്യം പറയാനാ നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്. ഇവരുടെ വഴക്ക് ഇന്ന് മാറും നാളെ മാറും എന്നുള്ള പ്രതീക്ഷയോടെയാ ഞാൻ കാത്തിരിക്കുന്നത്. ഇത് വഷളാവാണല്ലോ ദൈവമേ. വേണുവേട്ടൻ അവരോടൊന്ന് സംസാരിച്ചൂടെ? ഉപദേശത്തിനൊക്കെ ഒരു പരിധിയിലടി. ഇന്നത്തെ ചെറുപ്പക്കാരാ അവരോടൊക്കെ ഉപദേശിക്കുന്നത് സൂക്ഷിച്ചു വേണം. നമ്മുടെ മോൻ അങ്ങനെയുള്ളവനൊന്നും അല്ല. ആ, ഒരളവ് വരെ അതൊക്കെ ശരിയാ. നമ്മളെങ്ങനെയാ മക്കളെ വളർത്തിയേ? ദേ, ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം മക്കളോട് സംസാരിക്കാൻ. ആ, മകനോട് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് നിനക്കല്ലേ? അവന് സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തിയ അമ്മയല്ലേ നീ? അവന് ഉപദേശിക്കാനും ശാസിക്കാനും ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് നീയാ. നീ അവനെ വിളിച്ച് കാര്യങ്ങൾ പറ. വിട്ടുവീഴ്ചയോടെ ആ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കാൻ പറയും. എന്റെ ദൈവമേ, മക്കളെ കുറിച്ചുള്ള ആദ്യം ഒരിക്കലും തീരില്ലേ? ഓരോ മക്കളെ കഴിയാവുന്ന വിധത്തില് ഓരോ കരയ്ക്ക് എത്തിച്ചു. എന്നിട്ട് നടുക്കടലിൽ കിടന്ന് കൈകാലിട്ട് അടിക്കാനാണല്ലോ ദൈവമേ ഞങ്ങളുടെ വിധി.